കരുവാരക്കുണ്ടിൽ കൊല്ലപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നേരിട്ടത് ക്രൂരമായ പീഡനം ആണെന്നാണ് റിപ്പോർട്ടുകൾ. കൈകൾ രണ്ടും പുറയിലേക്ക് കെട്ടിയിട്ട ശേഷമാണ് +1കാരനായ ആൺകുട്ടി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കൂടാതെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്. ബലാത്സംഗത്തിന് ശേഷം പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വാണിയമ്പലം തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷനിടയിൽ പുള്ളിപ്പാടം ഭാഗത്ത് റെയിലിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ ഇന്നലെ പകൽ 11 മണിയോടെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സ്കൂൾ യൂണിഫോമിലായിരുന്നു മൃതദേഹം. പെൺകുട്ടിയുടെ സ്കൂൾ ബാഗും അതിന് സമീപത്തായി ഉണ്ടായിരുന്നു. ഈ +1കാരനുമായി ദീർഘകാലമായി പെൺകുട്ടിക്ക് പരിചയമുണ്ടായിരുന്നു. അടുത്തിടെ ഈ ആൺകുട്ടി വീട്ടിൽ അതിക്രമിച്ചു കടന്നതായി കാണിച്ച് പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാരും പോലീസും 16കാരനെ താക്കീത് നൽകി പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച സ്കൂളിലെത്തിയ +1കാരൻ പെൺകുട്ടിയെ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോവുകയായിരുന്നു. വൈകുന്നേരം മകളെ കാണാതായതോടെ അമ്മ പോലീസിൽ പരാതി നൽകി. പെൺകുട്ടിയുടെ ടവർ ലൊക്കേഷൻ പോലീസ് ട്രാക്ക് ചെയ്തതോടെയാണ് വാണിയമ്പലം പുള്ളിപ്പാടം മേഖലകളിലേക്ക് അന്വേഷണം എത്തുന്നത്. സംശയം തോന്നിയ പോലീസ് വൈകാതെ ആൺ സുഹൃത്തിനെ വിളിച്ചിരുന്നു. സ്കൂളിൽ വെച്ച് ഈ പെൺകുട്ടിയെ കണ്ടിരുന്നു എന്നല്ലാതെ മറ്റൊന്നും തനിക്ക് അറിയില്ലെന്നായിരുന്നു അപ്പോഴത്തെ മറുപടി. വെള്ളിയാഴ്ച രാവിലെ പിതാവിനെയും കൂട്ടി സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് വ്യാഴാഴ്ച വൈകിട്ട് പോലീസ് ഈ ആൺ സുഹൃത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ പിതാവിനൊപ്പം സ്റ്റേഷനിലെത്തിയ ആൺ സുഹൃത്തിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുന്നത്. വ്യാഴാഴ്ച കരുവാരക്കുണ്ട് നിന്ന് പാണ്ടിക്കാട് വണ്ടൂർ വഴി ബസ് മാർഗം ഇരുവരും വാണിയമ്പലത്ത് എത്തി. വാണിയമ്പലത്ത് നിന്നും റെയിൽവേ പാതയിലൂടെ നടന്നാണ് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിയത്. മറ്റൊരാളോട് അടുപ്പമുണ്ടെന്ന സംശയത്തെ ചൊല്ലി പ്രതി അവിടെ വെച്ച് പെൺകുട്ടിയെ ശകാരിച്ചു. വാക്കുതർക്കത്തിനിടെ പ്രകോപിതനായ ആൺസുഹൃത്ത് ബലപ്രയോഗത്തിലൂടെ പെൺകുട്ടിയുടെ കൈകൾ കെട്ടുകയും പിന്നീട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം അറിയില്ലെന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്ന് പ്രതി സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെന്ന വിവരം ആദ്യം പോലീസിനെ അറിയിക്കുന്നതും പ്രതിയായ ഈ 16 വയസ്സുകാരനാണ്. പെൺകുട്ടിയുടെ തന്നെ വസ്ത്രം ഉപയോഗിച്ച് കൈകൾ പിറയിലേക്ക് കെട്ടിയിട്ടായിരുന്നു പീഡനം. ചെറുത്ത പെൺകുട്ടിയെ മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്തു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം അടുത്തുള്ള വീട്ടിലെത്തി വെള്ളം ചോദിച്ചു. കൈകളിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. പോലീസിനെ പേടിച്ച് ഓടിയപ്പോൾ വീണതാണ് എന്നായിരുന്നു പറഞ്ഞത്. ശേഷം തൊട്ടിയപ്പുരം റെയിൽവേ സ്റ്റേഷനിലെത്തി വീട്ടുകാരോട് ഓട്ടോറിക്ഷയുമായി അവിടെ വരാൻ ആവശ്യപ്പെട്ടു. ഇതിലാണ് ഇയാൾ തിരികെ വീട്ടിലെത്തിയത്. 9ാം ക്ലാസ്സുകാരിയുടെ കൊലപാതക കേസിൽ പിടിയിലായ ആൺകുട്ടിയുടെ സ്വഭാവത്തിൽ 2 കൊല്ലത്തിനിടെ ഉണ്ടായത് വലിയ മാറ്റങ്ങളാണെന്ന് അയൽവാസികളും പറയുന്നുണ്ട്. ഹൈസ്കൂൾ പഠനം വരെ ശാന്തനായിരുന്ന ആൺകുട്ടി ഹയർ സെക്കൻഡറി തലത്തിലേക്ക് എത്തിയതോടെ ആകെ മാറിപ്പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിയന്ത്രണം വിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണ് അടുത്ത കാലത്തായി ഈ കുട്ടി പ്രകടിപ്പിച്ചിരുന്നത്. പലപ്പോഴും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വളരെ പരുഷമായി പെരുമാറിയിരുന്നതായും പറയപ്പെടുന്നു. വിലക്കുകൾ ലംഘിച്ച് പലതവണ ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്താനും ധൈര്യം കാണിച്ചു. ഈ കൊലപാതകത്തിന് ശേഷം ഒട്ടും സംശയിക്കാൻ പോലും ആകാത്ത വിധം സാധാരണക്കാരനായാണ് ഈ ആൺകുട്ടി പരിസരവാസികളോട് ഇടപെട്ടത്. ഈ കൃത്യം പോലീസിനോട് വിവരിക്കുമ്പോൾ ഇയാൾക്ക് ഒരു തരത്തിലുമുള്ള ഇടർച്ചയോ പതറലോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പ്രായത്തിനപ്പുറം വളർന്ന പ്രണയത്തിന്റെ പകയാണ് 9ാം ക്ലാസ്സുകാരിയുടെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്ന വിലയിരുത്തലിലാണ് പോലീസ്. സംശയരോഗവും അടക്കാനാവാത്ത പ്രകോപനവും ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും പിടിയിലായ ആൺകുട്ടിയും. രണ്ടുപേരും ഇടത്തരം കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്. കൊല്ലപ്പെട്ട ബാലികയും ആൺസുഹൃത്തായ 16കാരനും തമ്മിലുള്ള സൗഹൃദം നേരത്തെ തന്നെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പെൺകുട്ടിയെ കാണാതിരുന്നാൽ അസ്വസ്ഥനാവുകയും അന്വേഷിച്ച് അവരുടെ വീട്ടിലെത്തുകയും ചെയ്യുന്ന ശീലം ഈ ആൺസുഹൃത്തിനുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി ശല്യം ചെയ്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ നേരത്തെ ഒരിക്കൽ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. പെട്ടെന്ന് പ്രകോപിതനാകുന്ന സ്വഭാവക്കാരനായ ഈ സുഹൃത്തിനെ പെൺകുട്ടിക്ക് ഭയമായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വ്യാഴാഴ്ച വൈകിട്ടോടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തായി 4 പേർ നടന്നു പോകുന്നത് കണ്ടതായും ചിലർ പറയുന്നു. അതിൽ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയും ഉണ്ടായിരുന്നതായാണ് വിവരം. ലഹരി വിതരണ സംഘമാണോ കൂടെ ഉണ്ടായിരുന്നതെന്നും സംശയമുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള 16 വയസ്സുകാരൻ ഒറ്റയ്ക്കല്ല ഈ കൃത്യം ചെയ്തതെന്നും വേറെയും സഹായികളുണ്ടെന്നും കുട്ടിയുടെ കുടുംബവും പറയുന്നു. ഈ കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ കൊലപാതകത്തിൽ 16കാരൻ തന്റെ മൊഴികൾ ഇടയ്ക്കിടെ മാറ്റി പറയുകയാണ്. പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊലപ്പെടുത്തിയതെന്ന് 16 വയസ്സുകാരൻ പറയുന്നു. തന്നെ വഞ്ചിക്കുന്നതായി തോന്നിയപ്പോൾ കൊലപ്പെടുത്തിയെന്നാണ് മൊഴി. പ്രതി പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നതെന്ന് പോലീസും പറയുന്നു. പെൺകുട്ടി പീഡനത്തിന് ഇരയായിരുന്നുവെന്നും വിവരം അമ്മയെ അറിയിക്കുമെന്ന് പറഞ്ഞതോടെയാണ് കൊലപ്പെടുത്തിയതുമായിരുന്നു ഈ 16കാരൻ ആദ്യം മൊഴി നൽകിയത്. പെൺകുട്ടിയെ കാണാതായത് മുതൽ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് ഇയാൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന സംശയവും ഇതോടെ ബലപ്പെടുകയാണ്.